ഇതിൽ എന്നെ പരിചയപ്പെടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നെ അറിയാത്ത ആൾക്കാർ വളരെ കുറവേ കാണുള്ളൂ. എങ്കിലും ഞാനൊന്ന് പറയുകയാണ്. എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ആൻ്റണി. വീട് തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തിക്കടുത്ത് മുളയം എന്ന സ്ഥലത്ത്. 39 വയസ്സ് വരെ കൃഷ്ണൻകുട്ടി നായർ, 33 കോടി ദൈവങ്ങൾ. ഇത്രമാത്രം ദൈവങ്ങൾ സ്വന്തമായി കൃഷ്ണൻകുട്ടി നായരാണ് ഇന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജീവനുള്ള ദൈവത്തിന് മകനായി കൃഷ്ണൻകുട്ടി ആൻ്റണിയായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. സ്വരം ഉയർത്തി വിളിച്ചോ ഹല്ലേലൂയ. മക്കളെ, എനിക്ക് നിങ്ങളോട് ഒറ്റ അഭ്യർത്ഥനയുണ്ട്. ഈ ധ്യാന ഹാളിലേക്ക് ദൈവം വിളിച്ചുകൊണ്ട് മക്കളെ, നാവുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ അത് പറയാൻ നിങ്ങൾ മടിക്കരുത്. കാരണം നാണമില്ലാതെ ഹല്ലേലൂയ എന്ന് പറഞ്ഞ ഒരു ഒറ്റ യോഗ്യത കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. സ്വരമുയർത്തി വിളിച്ചോ ഹല്ലേലൂയ. മക്കളെ, ഇനി പെട്ടെന്നൊരു ദിവസം കൃഷ്ണൻകുട്ടി നായർ ആൻ്റണിയായി മാറിയതല്ല. ജീവിതത്തിൽ വന്ന ഒരുപാട് വേദനിക്കുന്ന മേഖലകൾ, ഒരുപാട് തകർച്ചകൾ, അതൊന്നും പറയാൻ്റെ തെമ്പുരാണ് നിർത്തിയിരിക്കുന്നത്. നിങ്ങളോട് എന്ത് പറയണമെന്ന്, എന്ത് വേണമെന്ന് സ്വർഗം തീരുമാനമെടുക്കും. അത് ഞാൻ നിങ്ങളോട് പറയും. എങ്കിലും ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയുന്നു. എൻ്റെ ജീവിതം ഒരു ചെറിയൊരു കാര്യം. ജനിച്ച കുഞ്ഞ് ജന്മന സുഖമില്ലാത്ത കുഞ്ഞായി ജനിച്ചു. വെറുതെ മലന്ന് കിടക്കുന്ന കുഞ്ഞ്, കമലില്ല, നീന്തില്ല, മുട്ടുകുത്തില്ല. 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സായ കുഞ്ഞും ഇതേ കിടപ്പ് കിടക്കും. ഈ കുഞ്ഞിനെയും കൊണ്ടുപോയി ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല, ഞാൻ ചെയ്യാത്ത പൂജാതി കർമ്മങ്ങളില്ല. അവസാന വഴിയാണ് മന്ത്രവാദം, കൂടോത്രവും. അത് സർവ്വതും ചെയ്ത് സർവ്വതും നശിച്ച് 1994 ഒരു മെയ് മാസം 31-ാം തീയതി തൂങ്ങിച്ചാവാൻ കയറ് കെട്ടുക. ആ കയറ് കെട്ടുമ്പോൾ ആ കയറെടുത്ത് കഴുത്തിലേക്ക് ഇടുമ്പോഴാണ് മക്കളെ മനുഷ്യന് വേണ്ടി മനുഷ്യനായി സ്വർഗത്തിൽ നിന്ന് മണ്ണിലേക്ക് വന്ന് മനുഷ്യൻ്റെ പാപങ്ങളും ശാപങ്ങളും ഏറ്റെടുത്ത് ഗാഗുൽത്താ മലയിലെ മരക്കുരിശിലെ പച്ച ശരീരത്തിലെ കാരിരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ട് ആകാശനും ഭൂമിക്കും മധ്യേ പിടഞ്ഞ് ബലിയായി നടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന യേശു ക്രിസ്തു എൻ്റെ പേര് ചൊല്ലി വിളിക്കാം. മക്കളെ, നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഈ ഭൂമിയിൽ ഒരു ക്രിസ്ത്യാനിയായ മകളോ മകനോ എന്നെ വിളിച്ചു കൊണ്ടുപോവുകയല്ല, ദൈവം എന്നെ വിളിക്കുന്നു. ആ വിളി കേട്ടുകൊണ്ട് ആ മരത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്നു. 94 ജൂൺ 1 ഞാൻ പോട്ട ആശ്രമത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ വച്ച് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ജീവനുള്ള ദൈവത്തെ കണ്ടു. ഹല്ലേലൂയ. സ്വരമുയർത്തി വിളിച്ചോ ഹല്ലേലൂയ. മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്ന യേശു ക്രിസ്തു ആരോ പറഞ്ഞു കേട്ടതോ എവിടെയോ വായിച്ചു കേട്ടതല്ല, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടത്. ഈ ജൂൺ മാസം വരുമ്പോൾ, അടുത്ത മാസം 1-ാം തീയതി വരുമ്പോൾ 33 കൊല്ലമായി യേശുവിനെ കണ്ടിട്ട്. 2026 ജനുവരി വന്നപ്പോൾ 27 കൊല്ലമായി ഈ ബൈബിളും കൊണ്ട് ഞാൻ റോട്ടിലേക്ക് ഇറങ്ങി യേശു ദൈവമാണെന്ന് പറയാൻ. ഹല്ലേലൂയ. സ്വരമുയർത്തി വിളിച്ചോ ഹല്ലേലൂയ. മക്കളെ, യേശു ദൈവമാണെന്ന് പറയാൻ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു വലിയ സത്യം തിരിച്ചറിയുന്നു. എന്താ സത്യം എന്നറിയോ? ഭൂമിയിൽ ഒരു മനുഷ്യ ജന്മം കിട്ടുകയാണെങ്കിൽ അത് ക്രിസ്ത്യാനിയാവണം. ഭൂമിയിൽ ഒരു മനുഷ്യ ജന്മം കിട്ടുകയാണെങ്കിൽ അത് ക്രിസ്ത്യാനിയാവണം. ഇതുപോലൊരു പുണ്യപ്പെട്ട ജനം ഭൂമിയിൽ വേറെയില്ല മക്കളെ. ആ പുണ്യപ്പെട്ട ജനമായ നമ്മൾ ഇന്ന് വേദനയോടെ നിരാശയോടെ ജീവിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എന്ത്? അത് തിരിച്ചറിയണം, അത് തിരുത്തണം. നമ്മളെന്നോട് തിരിച്ചറിഞ്ഞോ? ഏതൊരു ധ്യാനത്തിന് കടന്നു വരുമ്പോൾ തീരുമാനമെടുക്കണം. ചിലത് ഇന്ന് മുതൽ വേണ്ട എന്ന് വെക്കണം, ചിലത് ഇന്ന് മുതൽ മരണം വരെ ഞാൻ പ്രവർത്തിക്കണം തീരുമാനമെടുക്കണം. അതാണ് ധ്യാനം. അപ്പോൾ ഒരു എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ? നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞോ? ക്രിസ്ത്യാനിയായ ഞാനും നിങ്ങളും ഒരു സാധാരണ ജനമല്ല. ഈ ഭൂമിയിൽ കാണുന്ന മറ്റുള്ള മനുഷ്യരെ പോലെയല്ല ക്രിസ്ത്യാനി, ഒരു പ്രത്യേക ജനമാണ്. നമ്മൾ ആരാണെന്ന ബൈബിൾ പറയണത്. ഞാനും നിങ്ങൾ ഇത്ര അന്തരമുള്ളതുകൊണ്ട് ബൈബിൾ വായിക്കാനോ പറയാനൊന്നും കിട്ടില്ലെങ്കിലും ഞാൻ ചോദിക്കുകയാണ് മകളെ, നമ്മൾ ആരാണെന്ന ബൈബിൾ പറയണമെന്ന് നിങ്ങൾക്കറിയോ? 1 പത്രോസ്
രണ്ടാമത്തെ അധ്യായം 9-ാമത്തെ വചനം പറയാം. 1 പത്രോസ് 2-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം പറയാം. എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശം, തിരിച്ചറിഞ്ഞോ, സാധാരണ ജനമല്ല, തിരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജകീയ പുരോഹിത ഗണം, വിശുദ്ധ ജനം, ദൈവത്തിന്റെ സ്വന്തം ജനം. മകളെ, ക്രിസ്ത്യാനിയ സഹോദര തിരിച്ചറിഞ്ഞോ, നീ തെരഞ്ഞെടുക്കപ്പെട്ട ജനം, രാജകീയ പുരോഹിത വംശം, ദൈവത്തിന്റെ സ്വന്തം ജനം, വിശുദ്ധ ജനം. ഈ സ്വന്തം ജനമായ നമ്മളെന്ന് വേദനയോടെ ജീവിക്കുന്ന കാരണം എന്താ എന്നാണ് തിരിച്ചറിയേണ്ടത്. അതാണ് തിരുത്തേണ്ടത്. മക്കളെ, ഇന്ന് എൻ്റെയും 27 വർഷത്തോടെ ജീവിതത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. പല ദേവാലയങ്ങളിൽ, തൃശ്ശൂർ അതിരൂപ ദേവാലയങ്ങളിൽ നിങ്ങൾക്കറിയോ, ഒരു 80% ദേവാലയത്തിൽ ഞാൻ വചനം പ്രസംഗിച്ചു കഴിഞ്ഞു. 80% ദേവാലയത്തിൽ ഞാൻ വചനം പ്രസംഗിച്ചു കഴിഞ്ഞു. തൃശ്ശൂർ അതിരൂപതയിൽ ഒരുപാട് മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് തമ്പുരാൻ ഒരു മറുപടിയാണ്. കാരണം നമ്മളൊക്കെ പാട്ട് പാടും. എന്ത് പാട്ടാ പാടുക? പാപബോധവും പശ്ചാത്താപവും കർത്താവെ മനസ്സിലാക്കി തരണം. എന്താ പാപം എന്ന് അറിയുന്നില്ല. എന്താണ് പാപം എന്ന് ചോദിച്ചാൽ അതിൻ്റെ വ്യക്തത നമ്മൾക്ക് അറിയുന്നില്ല. മകളെ, ഞാൻ നിങ്ങൾ ചോദിക്കുന്നു, ഉത്തരാറ് നിങ്ങൾ പറയില്ല എന്ന് എനിക്കറിയാം. കാരണം പറയിപ്പിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അകലെയാണ്, ഞങ്ങൾ വളരെ അന്തരമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് ഞാൻ പറയിപ്പിച്ചേനെ. അവിടെ ഉത്തരം ചോദ്യം ഞാൻ തന്നെ പറയേണ്ടി വരും. ഹല്ലേലൂയ, ഒന്ന് വിളിച്ചോ, ഹല്ലേലൂയ. എന്താണ് ലോകത്തിലെ ആദ്യത്തെ പാപം? എന്താണ് ലോകത്തിലെ ആദ്യത്തെ പാപം എന്ന് പറഞ്ഞാൽ, ലോകത്തിലെ ആദ്യത്തെ പാപം ദൈവം മനുഷ്യനോട് കഴിക്കരുത് എന്ന് പറഞ്ഞത്. മനുഷ്യൻ കഴിച്ചതാണ് ലോകത്തിലെ ആദ്യത്തെ പാപം. ദൈവം മനുഷ്യനോട് കഴിക്കരുത് എന്ന് പറഞ്ഞത് മനുഷ്യൻ കഴിച്ചതാണ് ലോകത്തിലെ ആദ്യത്തെ പാപം. എന്താണ് ഇന്നത്തെ പാപം? എന്താ ഇന്നത്തെ പാപം? ഇന്നത്തെ പാപം എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനോട് കഴിക്കാൻ പറയുന്നത് കഴിക്കാതിരിക്കണം മക്കളെ. എന്ന് വെച്ചാൽ കൊടും പാപം. ഞാൻ നിങ്ങളാരും കര ഉയർത്തുന്നു വേണ്ട, കര ഉയർത്താരും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മക്കള്, മാമോദിസ എന്ന കൂദാശ കഴിഞ്ഞ് ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പങ്കെടുത്ത മുഴുവൻ വിശുദ്ധ കുർബാനയിലും ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്ന് പറയാൻ കഴിവുള്ള എത്ര മക്കള് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവോ? ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പങ്കെടുത്ത മുഴുവൻ വിശുദ്ധ കുർബാനയിലും ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്ന് പറയാൻ കഴിവുള്ള എത്ര മക്കള് ഇന്നിവിടെയുണ്ട്? മക്കളെ, ക്രിസ്ത്യാനിയായ നമ്മൾ വേദനിക്കാൻ കാരണം, തകരാൻ കാരണം, തളരാൻ കാരണം ഈ വിശുദ്ധ കുർബാനയുടെ അവഗണനയാണ് മക്കളെ. നമ്മുടെയൊക്കെ ധാരണ ഇങ്ങനെയാണ്, ഞായറാഴ്ച പള്ളിയെ വന്നു പോയാൽ മതി എന്ന ധാരണ. സഹോദര സഹോദരി, നീ തിരിച്ചറിഞ്ഞു, നീ ഞായറാഴ്ച പള്ളി മുറ്റത്ത് വന്നു പോയാൽ പോരാ. നീ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, നീ വിശുദ്ധ ബലി അർപ്പിക്കണം, നീ വിശുദ്ധ കുർബാന സ്വീകരിക്കണം. അതിന് കഴിയില്ല എങ്കിൽ ദേവാലയ മുറ്റത്ത് വന്നുപോയത് കൊണ്ട് ഒരു ദൈവാനുഗ്രഹം കിട്ടുന്നില്ല. ഹല്ലേലൂയ, സ്വരമുയർത്തി വിളിച്ചോ ഹല്ലേലൂയ. മക്കളെ, നാവുണ്ടെങ്കിൽ വിളിച്ചോട്ടെ, നാവുണ്ടെങ്കിൽ വിളിച്ചോ ഹല്ലേലൂയ. എന്താ പറയാൻ കാരണം അറിയോ? നാവുണ്ടായിട്ട് മിണ്ടാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സഹോദരൻ നീ തിരിച്ചറിഞ്ഞോ, ആരാണ് നാവ് തന്നെന്നറിയോ? അറിയോ ആരാ നാവ് തന്നെ? പുറപ്പാടിന്റെ പുസ്തകം. നാവുണ്ടായിട്ട് മിണ്ടാതിരി സഹോദര സഹോദരി തിരിച്ചറിഞ്ഞോ. പുറപ്പാടിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം എഴുതി വച്ചിരിക്കുക. ആരാണ് മനുഷ്യന് സംസാര ശക്തി നൽകിയത്? ആരാണ് അവനെ മൂഹനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ? സഹോദര സഹോദരി, നിനക്ക് നാവ് ചലിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത് കർത്താവിൻ്റെ കരുണയാണ്, അവൻ്റെ ദാനമാണ്, നിന്റെ ഒരു യോഗ്യത കൊണ്ടുമല്ല. നീ കണ്ടിട്ടില്ലേ അനേകം മക്കൾ നാവില്ലാത്തവര്, കേൾക്കാൻ ചെവിയില്ലാത്തവര്, നടക്കാൻ കാലില്ലാത്തവര്, കണ്ണിന് കാഴ്ചയില്ലാത്തവര് അനേകായിരങ്ങളിൽ ഭൂമിയില്. അവർക്കൽ അത് കൊടുക്കാത്തവൻ ഇതെല്ലാം നിനക്ക് തന്നു. എന്തിനാണെന്നറിയോ? ആ മക്കള് പകരം കൂടി നീ വിളിക്കാന്
അതുകൊണ്ട് നാവുണ്ടെങ്കിൽ ഞാനൊരു ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ അത് പറയാൻ മടി കാണിക്കല്ലേ മക്കളെ. ഹല്ലേലൂയ. സ്വരമുയർത്തി വിളിച്ചോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മകളെ ഒരു തീരുമാനമെടുക്കും. ഇന്ന് ഇവിടെ വെച്ചിട്ട് ഈ മെയ് മാസം 15-ാം തീയതി ഈ 3-ാമത്തെ വെള്ളിയാഴ്ച ഒരു തീരുമാനമെടുക്കണം. എന്ത് തീരുമാനം? ഇവിടെ വെച്ച് തീരുമാനമെടുക്കുക. ഇന്ന് മുതൽ ഇനി എൻ്റെ മരണം വരെ ഞാൻ വിശുദ്ധ കുർബാന കാണുന്നവനല്ല. അത് മാത്രം മതി മക്കളെ. സ്വർഗം നിന്റെ വീട്ടിൽ നിനക്ക് വേണ്ടി തുറക്കും. മഹാത്ഭുതമാണത്. പക്ഷേ ക്രിസ്ത്യാനികളായ നമ്മൾ അറിയാതെ പോകുന്ന പ്രപഞ്ച സത്യം വിശുദ്ധ കുർബാനയാണ് മക്കളെ സർവ്വതും. അത് നമ്മൾ കണ്ടുപോകുന്നവരായി മാറി. ആ കണ്ടുപോകുന്ന പരിപാടി ഇന്ന് ഇവിടെ വെച്ച് അവസാനിക്കുമ്പോഴാണ് മക്കളെ സ്വർഗം നമ്മൾ ഇടപെടുക. എന്ന് ആലോചിച്ച് നോക്കിയാൽ വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ തിരിച്ചറിഞ്ഞു, അതൊരു ചടങ്ങ് നടക്കണതല്ല. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മ ആചരണമല്ല. ഗാഗുൽത്താ മലയിലെ മരക്കുരിശില് ദൈവപുത്രനായ ക്രിസ്തു ബലിയായി അതേ ബലി ഈ ബലിവേദിയിൽ സംഭവിക്കാം. അവന്റെ ദിവ്യ ശരീരം ഇവിടെ മുറിക്കപ്പെടുക, അവന്റെ തിരിച്ചോര ബലിവേദിയിൽ ഒഴുകുക. ആ ദിവ്യ ശരീരമാണ് നിന്റെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്, നിങ്ങളെല്ലാവരും വാങ്ങി ഭക്ഷിക്കുവിൻ. നമ്മൾ എന്ത് ചെയ്തു? അതല്ല മക്കളെ, എന്നിങ്ങനെ ആയിരിക്കാൻ കാരണം തിരുത്താൻ തീരുമാനമെടുക്കണം. അവിടെയാണ് ദൈവം അത്ഭുതം പ്രവൃത്തി. നമ്മൾ എത്ര കൊടും പാപം നീ ചെയ്താലും കർത്താവായ ക്രിസ്തുവിൻ്റെ മുന്നിൽ അതിന് പരിഹാരമുണ്ട്. നീ ഒന്ന് മനസ്തപിച്ച്, നീ ഒന്ന് പശ്ചാത്തപിച്ച്, ദൈവമേ തെറ്റുപറ്റി കർത്താവേ, ഇനി എൻ്റെ മരണം വരെ ഞാൻ കുർബാന കാണുന്നവനല്ല. ഈ തീരുമാനം എടുക്കണം മക്കളെ. ധ്യാനം അനുഗ്രഹമായി മാറാം. നിൻ്റെ ജീവിതത്തിൽ അസാധ്യമായി കിടക്കുന്ന മേഖലയിലേക്ക് സ്വർഗം ഇടപെടണമെങ്കിൽ വിശുദ്ധ കുർബാന മൂല്യം തിരിച്ചറിയണം. അത് തിരിച്ചറിയുന്ന ഈ പ്രപഞ്ചത്തിൽ മൂല്യം നിശ്ചയിക്കാൻ കഴിയും ഒന്നേ ഒന്ന് വിശുദ്ധ കുർബാന. വില പറയാൻ പറ്റും ഒന്നേ ഒന്ന് വിശുദ്ധ കുർബാന. സൃഷ്ടാവായ ദിവ്യ ശരീരം, അതിൻ്റെ വില പറയാൻ കഴിയും മനുഷ്യന്. ആ മൂല്യം ക്രിസ്ത്യാനികളായ നമ്മൾ അതറിയുന്നുണ്ടോ മക്കളെ? അതുകൊണ്ട് തീരുമാനമെടുക്കണം. എന്ത് തീരുമാനം? വിശുദ്ധ കുർബാന കാണുന്ന പരിപാടി നിർത്തണം. കാരണം വിശുദ്ധ കുർബാന കണ്ടുപോകുവാനുള്ളതല്ല, അത് കൊണ്ടുപോകുവാനുള്ളതാണ്. വിശുദ്ധ കുർബാന കണ്ടുപോകുവാനുള്ളതല്ല, അത് കൊണ്ടുപോകുവാനുള്ള പ്രപഞ്ചത്തെ തിരിച്ചറിഞ്ഞ് ഇവിടെ തീരുമാനം എടുക്കുക. ഇനി എൻ്റെ മരണം വരെ ഞാൻ വിശുദ്ധ കുർബാന കാണുന്നവളല്ല. ഈ ഒറ്റ തീരുമാനം മക്കളെ. നിങ്ങൾക്കറിയോ, ഞാൻ നിങ്ങളോട് പറയാൻ കാരണം എന്തറിയോ? നിങ്ങൾക്കറിയോ, ഞാൻ യേശുവിലേക്ക് വന്നു. നോക്കണം, 39 വയസ്സിൽ വരണത് നോക്കിയാൽ മതി. 39 മനുഷ്യൻ്റെ 3/4 ഭാഗം കഴിഞ്ഞപ്പോഴാണ് ഈശോയെ അറിയാനുള്ള ഭാഗ്യം കിട്ടണത്. അങ്ങനെ 39 വയസ്സ് 49 വയസ്സായിട്ട് എനിക്ക് മാമോസം മുങ്ങാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ വചനം പറയാൻ പോയിട്ട് 5 കൊല്ലമായി. 5 കൊല്ലം വെറുതെ നടന്ന് സാധാ ക്രിസ്ത്യാനായിട്ട് പോയി. പിന്നെ 10 കൊല്ലം പോയി ഞാൻ വചനം പ്രസംഗിക്കാൻ പോയി 5 കൊല്ലം കഴിഞ്ഞപ്പോൾ. പക്ഷേ മാമോസം മുങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ദേവാലയത്തിൽ ഒരു ഏകദിന ശുശ്രൂഷ എന്നോട് വിളിച്ചു. ഞാനവിടെ വചനം പറഞ്ഞു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്നെ അറിയുന്നൊരു സ്നേഹത്തോടെ എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, കൃഷ്ണൻകുട്ടി ചേട്ടാ, വിശ്വാസം പ്രസംഗത്തിന് മാത്രമേ ഉള്ളൂ അല്ലേന്ന്. എന്തേ എന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെയാണെങ്കിൽ മാമോദിസം മുങ്ങില്ലേ? എന്തുകൊണ്ടാണ് മാമോസം? അത് വിശ്വാസം വെറുതെ പ്രവൃത്തിയിലില്ല, വാക്കിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉള്ളിലൊരു വേദന വന്നു. മാമോസം മുങ്ങാത്തതിൻ്റെ കാരണം ഞാൻ താമസിക്കുന്ന മുളയം പേടിയ പറമ്പ്. നോക്കണം, മാമോസം കഴിഞ്ഞിട്ടിപ്പോൾ ഈ നവംബർ വന്നാൽ 22 കൊല്ലാവും. ഇപ്പോൾ നോക്കിയാൽ മതി. അന്ന് കംപ്ലീറ്റ് നായന്മാർ 7 മാത്രമേ ഞാൻ താമസിക്കുന്ന മേഖല. ഇന്നും അതുപോലെ തന്നെയാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ സ്വന്തമായി വീടില്ല, കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട്, കടഭാരമുണ്ട്. അങ്ങനെ ഭയങ്കര വേദനയ്ക്കുള്ള സമയത്താണ് ഈ ചോദ്യം വരണത്. അപ്പം എൻ്റെ ജീവിത പങ്കാളിക്ക് ധൈര്യം വരുന്നില്ല മാമോസം വാങ്ങാൻ. ഞങ്ങൾ താമസിക്കുന്ന വീട് ഒരു ഹൈന്ദവൻ്റെ വീടാണ്. അത് വാടക കൊടുക്കാതെ വെറുതെ താമസിക്കുന്ന വീടാണ്. എപ്പോൾ അവനെ പിടിച്ച് പുറത്തേക്കാക്കാം. അവിടെ ജീവിത പങ്കാളിക്ക് ഭയങ്കര പേടിയാണ് മാമോസം വാങ്ങാൻ. അങ്ങനെ മുങ്ങിക്കഴിഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ എവിടേക്ക് പോകും ഈ സുഖമില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട്? അതുകൊണ്ട് മാമോസ് ഭയങ്കര പേടി. പക്ഷേ ഈ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ എനിക്കൊരു വേദനയായി. നിങ്ങൾക്കറിയോ, ആ പള്ളി മുറ്റത്ത് നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. എന്താ തീരുമാനം നിങ്ങൾക്കറിയോ? ഇന്ന് മുതൽ മുടങ്ങാതെ 100 ദിവസം ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും.
വേറൊരു തീരുമാനം എടുത്ത ഇന്ന് മുതൽ മുടങ്ങാതെ 100 ദിവസം ഞാൻ വിശുദ്ധ പങ്കെടുക്കുമെന്ന് തീരുമാനമെടുത്ത് മകളെ ഏത് പള്ളിയുടെ മുറ്റത്ത് വെച്ച് ചോദിച്ചുവെങ്കിൽ അതേ ദേവാലയത്തിലേക്ക് ഞാൻ മുടങ്ങാതെ എല്ലാ ദിവസവും 5:30 മണിയുടെ കുർബാനുണ്ട് വൈകിട്ട്. ആ കുർബാനയ്ക്ക് ഞാൻ പോകും എൻ്റെ വീട്ടിൽ നിന്ന്. ഓരോ വിശുദ്ധ കുർബാനയിൽ ചങ്കു പൊട്ടിക്കരയും. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ള ആളുകൾ വീട്ടിൽ നെഞ്ചിപ്പട്ടയും. ഈ കണ്ണീര് കാണുന്ന ദൈവമാണ് മക്കളെ സക്രാരിയിൽ. അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ 100 ദിവസം മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പോയി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിത പങ്കാളി നാഥാ നിൻ്റെ ആത്മാവിനെ അയക്കണം, എൻ്റെ ജീവിത പങ്കാളിക്ക് നീ ധൈര്യം കൊടുക്കണം, ശക്തി കൊടുക്കണം ദൈവമേ. ഇതുകൊണ്ട് മാത്രം ഞാൻ പ്രാർത്ഥിച്ചത്. മാമോദിസ മുങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് ധൈര്യം കൊടുക്കണം. അങ്ങനെ 100 ദിവസം കഴിഞ്ഞ് ദിവ്യൻ ധ്യാന കേന്ദ്രം എന്നെ ശുശ്രൂഷ അയക്കുക. ദിവ്യൻ ധ്യാന കേന്ദ്രമാണെങ്കിൽ അതിൽ 14 ജില്ലയിലും ഞാൻ വചനം പറയാൻ പറ്റിയ ദിവ്യൻ ധ്യാന കേന്ദ്രമാണ് എന്നെ അയച്ചത്. അങ്ങനെ വയനാട് അയക്കുന്നു. വയനാട് പോയിട്ട് 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരണത്. 4 ദിവസം തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി ഒരിക്കലുമില്ലാത്ത വലിയ വരവും കാത്തിരിക്കുന്നു. ചോദിച്ചപ്പോൾ പറയാണ് കർത്താവ് സംസാരിച്ചു. ഞാൻ പറഞ്ഞു 10 കൊല്ലം കഴിഞ്ഞ് യേശുവിലേക്ക് വന്നിട്ട് എന്നിട്ട് ഇന്നാണ് കർത്താവ് സംസാരിച്ച്. ഞങ്ങൾക്ക് 2 പേർക്ക് 2 ബൈബിളാണ്. ഞാൻ എൻ്റെ ബൈബിൾ എടുക്കുകയാണ്, ആളെ ബൈബിൾ എടുക്കാനാണ് ബൈബിൾ വായിക്കാൻ വൈകുന്നേരം. ആൾ എന്നും ബൈബിള് കണ്ണടച്ചിനെ പിടിച്ച് ഇങ്ങനെ തുറക്കും, എന്നിട്ട് വിരൽ വയ്ക്കും. അവിടുന്ന് കിട്ടുന്ന വചനം എന്നും ആൾ വായിക്കുക. 10 കൊല്ലം അങ്ങനെയാണ് വചനം വായിച്ചത്. പക്ഷേ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ജീവിത പങ്കാളി ദൈവത്തിൻ്റെ ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അന്ന് ജീവിത പങ്കാളി ബൈബിൾ തുറന്ന് കൈവച്ചപ്പോൾ കിട്ടിയ വചനമാണ് മക്കളെ അപ്പോസ്തല പ്രവർത്തനം 22-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം. അപ്പോസ്തല പ്രവർത്തനം 22-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം ഇങ്ങനെ എഴുതി വച്ചിരിക്കുക. ഇനി നീ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക. ഇനി നീ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക. അവൻ്റെ നാമം വിളിച്ചു പറഞ്ഞിട്ട് പാപങ്ങൾ കഴുകിക്കളയുക. ജീവിതം കാളി പറയാം ഓല ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന അനുഭവമാണ് ഉണ്ടായത്. ഈ കാര്യം എന്നോട് വന്നപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളി കരം പിടിച്ചിട്ട് പറഞ്ഞു, സ്വർഗം നമ്മൾക്ക് മാമോദിസ ഒരുക്കി കഴിഞ്ഞു. സ്വർഗം നമ്മൾക്ക് മാമോദിസ ഒരുക്കി കഴിഞ്ഞു. അപ്പോൾ ജീവിത പങ്കാളി ചോദിച്ചു, പൈസ കൊടുക്കാനുള്ളവർ പ്രശ്നമുണ്ടാക്കില്ലേ, താമസിക്കുന്ന വീട്ടുകാർ പിടിച്ച് പുറത്തേക്കാക്കില്ലേ? ഞാൻ പറഞ്ഞു, നമ്മൾ തീരുമാനമെടുത്താൽ അങ്ങനെയെല്ലാം സംഭവിക്കും. സ്വർഗം തീരുമാനമെടുത്താൽ അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ നിങ്ങൾ തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തു. നിങ്ങൾക്കറിയോ 1994 ജൂൺ 1 യേശുവിനെ അറിഞ്ഞ് 2004 നവംബർ മാസം 29-ാം തിങ്കളാഴ്ച ഏത് ദേവാലയത്തിൽ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു എങ്കിൽ അതേ ദേവാലയത്തിൽ വെച്ച് ഞങ്ങളുടെ മാമോദിസ കഴിഞ്ഞു. അതേ സക്രാരിയിൽ നിന്ന് ആദ്യത്തെ ഈശോ ഞങ്ങളുടെ ആത്മാവിലേക്ക് അതേ സക്രാരിയിൽ നിന്ന്. അതുകൊണ്ടാണ് മക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നീയൊന്ന് ചങ്കുപൊട്ടി വിളിച്ചാൽ സക്രാരി യേശു ക്രിസ്തു നിന്റെ അടുത്തേക്ക് വരുന്നു. ആ ദൈവത്തിന് മക്കളാണ് നമ്മൾ. ആ ജീവനെയോ നമ്മുടെ ഹൃദയത്തിലേക്ക് സംവഹിക്കാൻ അധികാരമുള്ള അവകാശമുള്ള മക്കളാണ് നമ്മൾ. അതിന് പറഞ്ഞ് നമ്മളത് കണ്ടുപോകുന്നവരെയും മാറിയതല്ലേ ഇന്നത്തെ വേദനയ്ക്ക് കാരണം. നിങ്ങളറിയോ, അങ്ങനെ കുർബാന സ്വീകരണം കഴിഞ്ഞു. ഏത് ദേവാലയത്തിലെ അതേ ദേവാലയത്തിൽ അവിടെ വച്ചിട്ടാണ് ഞങ്ങളുടെ മാമോദിസ കഴിഞ്ഞു. മാമോദിസ എന്ന കൂദാശ കഴിഞ്ഞു കഴിയുമ്പോൾ മക്കളെ ഇവിടെ ഇരിക്കുന്ന ഒരു ക്രിസ്ത്യാനി പോലും വിശ്വസിക്കാൻ കഴിയാത്ത രൂപത്തിൽ സ്വർഗം ഇടപെടുകയാണ്. കാരണം എന്താ? മാമോദിസ എന്ന കൂദാശ എന്താണെന്നുള്ള പുണ്യം തിരിച്ചറിയണം. നമ്മൾക്ക് മാമോദിസ കിട്ടുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പുണ്യം തിരിച്ചറിയുന്നില്ല, അതിൻ്റെ വില തിരിച്ചറിയുന്നില്ല. എന്താണ് മാമോദിസ എന്ന് പറഞ്ഞാൽ? മക്കളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ക്രിസ്ത്യാനിയായ മേരിക്കും ജോണിക്കും ജനിച്ച കുഞ്ഞ് ജനിക്കുമ്പോൾ ക്രിസ്ത്യാനിയാണോ? ആണോ? അല്ല. എപ്പോഴാണ് ക്രിസ്ത്യാനിയാവണത്? മാമോദിസ കഴിയുമ്പോൾ. ജോണിക്കും മേരിക്കും ജനിക്കുന്ന കുഞ്ഞ്, ജനിച്ച കുഞ്ഞ് ക്രിസ്ത്യാനിയല്ല. ക്രിസ്ത്യാനിയാവണമെങ്കിൽ മാമോദിസ മുങ്ങണം. അപ്പൊ മാമോദിസ എന്താണെന്നറിയോ മക്കളെ? എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ച് ഇങ്ങനെയാണ്, ലോകത്തിൻ്റെതായിരുന്ന നീ ലോകം സൃഷ്ടിച്ചവൻ്റെതായി മാറുന്ന പുണ്യമാണ് മക്കളെ മാമോദിസ എന്ന് പറയുന്നത്. ലോകത്തിൻ്റെതായിരുന്ന ഞാൻ ലോകം സൃഷ്ടിച്ചവൻ്റെതായി മാറി എന്ന് പറഞ്ഞാൽ സ്വർഗത്തെ ദൈവത്തെ
അപ്പച്ച എന്ന് വിളിക്കാൻ അധികാരം കിട്ടി, അവകാശം കിട്ടി. അതിനുശേഷം ഈ ഭൂമിയിൽ മക്കളെ മുന്നോട്ട് വച്ച കാല് പുറകോട്ട് വയ്ക്കാൻ എൻ്റെ ഈശോ അനുവദിച്ചിട്ടില്ല. പിന്നെ തന്നത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞറിയാൻ കഴിയാത്ത വിധത്തിലാണ് ദൈവത്തിൻ്റെ പരിപാലന. അതാ നിങ്ങളോട് പറഞ്ഞൊരു മനുഷ്യജന്മം കിട്ടുകയാണെങ്കിൽ അത് ക്രിസ്ത്യാനിയാവണമെന്ന് പറയാൻ കാരണം ഇപ്പം അനുഭവിക്കുന്ന ഈ മനുഷ്യജന്മത്തെ അനുഭവിക്കുന്നത് കൊണ്ടാണ് പറയണത്. അതുകൊണ്ട് മക്കളെ നിങ്ങൾക്കറിയോ, അതുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാന പറ്റി ഇത്ര ശക്തമെന്ന് കൂടെ ഞാൻ പറയാൻ കാരണം. എൻ്റെ കുർബാന മാമൂസമാണ് 21 കൊല്ലം, നവംബറിലേക്ക് 22 കൊല്ലമാകുമ്പോൾ വിശുദ്ധ കുർബാന മുടക്കം വന്നത് കോവിഡിൽ മാത്രമാണ്. മക്കളെ ഇന്ന് നിങ്ങൾക്കറിയാം, ഒരു വിശുദ്ധ കുർബാന മുടങ്ങുക എന്ന് പറഞ്ഞാൽ ഓർക്കാൻ പോലും പറ്റില്ല, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ദൈവമേ, ഓർക്കാൻ കഴിയുന്നില്ല. ആ പുണ്യത്തിൻ്റെ മൂല്യം തിരിച്ചറിയണം, അതിൻ്റെ വിലയൊന്ന് തിരിച്ചറിയണം. അത് അറിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മളെ കിട്ടുന്ന നിപ്പട്ടയും ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചിരിക്കാൻ കഴിയില്ല നമ്മൾക്ക്. കാരണം പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം ആത്മാവിലേക്ക് വരണം. ഈ ജീവന ദൈവത്തെയാണ് ആത്മാവിലേക്ക് വരണത്. അതുകൊണ്ടാണ് മക്കളെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇങ്ങനെ വേദനയോടെ നിരാശയോടെ തകർന്ന് കഴിയേണ്ടവരല്ല നമ്മൾ. ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ, അപ്പച്ച എന്ന് വിളിക്കാൻ അധികാരവും അവകാശമുള്ളവരാണ് നമ്മൾ. എന്തുകൊണ്ടാണ് ലഭിക്കുന്നതിന് കാരണം? അതിൻ്റെ പരമകാരണമാണ് എന്ത്? ഈ വിശുദ്ധ കുർബാന കണ്ടുപോകുന്ന പരിപാടി. അപ്പം നമ്മൾ ഇവിടെ വെച്ച് തീരുമാനമെടുക്കുന്നു, നിർത്തുന്നു. ഇനി കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ല. ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ? എന്താ കാരണം? വെറുതെ ആണോ? ഒരു കാരണമില്ലേ. എന്താ കാരണം? മക്കളെ, കുർബാനയിൽ പങ്കെടുത്തിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ്റെ കാരണം നമുക്ക് യോഗ്യതയില്ലാത്തത് കൊണ്ട്, നമ്മളിൽ പാപമുള്ളത് കൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തത്. വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തത് കുർബാന യോഗ്യതയില്ല, പാപമുള്ളത് കൊണ്ടാണ് നമ്മൾ കുർബാന സ്വീകരിക്കാത്തത്. മക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ പാപമുണ്ട് എന്ന് ഓർമ്മ വന്നത് കുർബാന സ്വീകരണത്തിൽ പെട്ടെന്ന് ഓർമ്മ വരിക? അപ്പോൾ ഓർമ്മ വന്നതാണോ? നമ്മൾക്കറിയാം, ഇന്ന് കുർബാനയ്ക്ക് പോകുന്നുണ്ട്, കുർബാന യോഗ്യതയില്ല എന്നറിയാം, പാപമുണ്ട് എന്ന് അറിഞ്ഞ് ആ പാപത്തോടുകൂടെ വിശുദ്ധ ദേവാലയത്തിലേക്ക് വന്ന് നിനക്ക് വേണ്ടി നിന്റെ ഈശോ മുറിക്കപ്പെടുമ്പോൾ നീ കയ്യും കെട്ടി നോക്കി നിന്നാൽ എന്ത് ദൈവാനുഗ്രഹം കിട്ടും? മക്കളെ, തിരിച്ചറിഞ്ഞു, പാപമുണ്ട് എങ്കിൽ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടണം. നിന്റെ കർത്താവ് നിന്നെയും കാത്ത് കുമ്പസാരക്കൂട്ടിലിരിക്കുക. ആ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടുന്നതിന് പകരം പാപമുണ്ട് എന്നറിഞ്ഞ് പാപത്തോടുകൂടെ വിശുദ്ധ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ ബലിവേദിക്ക് മുന്നിൽ നിന്റെ ഈശോ നിനക്ക് വേണ്ടി മുറിക്കപ്പെടുമ്പോൾ നീ കയ്യും കെട്ടി നോക്കി നിൽക്കുക. തിരുത്താൻ തീരുമാനമെടുക്കണം. പാപമുണ്ടെങ്കിൽ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടണം. മക്കളെ, തിരിച്ചറിഞ്ഞു, ഈ ഭൂമിയിൽ ഒരു ജാതിക്കും കിട്ടാത്തത് ക്രിസ്ത്യാനിക്ക് തന്നു. ആ പുണ്യമാണ് മകളെ കുമ്പസാരം എന്ന കൂദാശ. അതിന് വില തിരിച്ചറിയുന്നില്ല, അതിന് മൂല്യം തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയോ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അഖിലേന്ത്യാ വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞ സ്ത്രീ പറയാണ്, കുമ്പസാരം നിരോധിക്കണം. നോക്കിയാൽ മതി, കുമ്പസാരം നിരോധിക്കണമെന്ന് അഖിലേന്ത്യാ വനിതാ കമ്മീഷനായിരുന്ന സ്ത്രീ പറയാ. കുമ്പസാരത്തിന് മൂല്യം എന്താണെന്ന് പിശാച് തിരിച്ചറിഞ്ഞു, ക്രിസ്ത്യാനി തിരിച്ചറിഞ്ഞില്ല. എന്താ അതിൻ്റെ മൂല്യം? മക്കളെ, ആ മൂല്യം തിരിച്ചറിഞ്ഞ് കുമ്പസാരം നിരോധിക്കണമെന്ന് പറയാൻ പച്ച മലയാളം എന്നറിയോ? സ്വർഗത്തിൻ്റെ വാതിൽ അടയ്ക്കണം, സ്വർഗത്തിൻ്റെ വാതിൽ അടയ്ക്കണം. അതാണ് കുമ്പസാരം നിരോധിക്കണമെന്ന് പറഞ്ഞാൽ. മക്കളെ, കുമ്പസാരം നിരോധിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് കുമ്പസാരം നിരോധിക്കാൻ പറ്റാത്തത്? കുമ്പസാരം എന്ന കൂദാശ ലോകം സ്ഥാപിച്ചതല്ല, അത് ലോകം സൃഷ്ടിച്ചവൻ സ്ഥാപിച്ചതാ. അത് നിരോധിക്കാൻ ലോകത്തിന് കഴിയില്ല. കുമ്പസാരം എന്ന കൂദാശ നിരോധിക്കാൻ ലോകത്തിന് കഴിയില്ല. കാരണം അത് യേശു ക്രിസ്തു സ്ഥാപിച്ചതാ. ബൈബിളിലുണ്ടോ കുമ്പസാരത്തെ കുറിച്ച്? യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിന് 23-ാമത് ഇങ്ങനെ എഴുതി വച്ചിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വചനം എഴുതി വച്ചിരിക്കുന്നു,
നിങ്ങൾ ആരുടെ പാപം ക്ഷമിക്കുന്നുവോ അവനോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. മക്കളെ, ഈ പുണ്യം തിരിച്ചറിഞ്ഞോ? നിന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് നീ സ്വർഗത്തിൻ്റെതായി മാറാം, നീ നിത്യജീവന്റേതായി മാറാം. നിന്റെ കർത്താവ് കുമ്പസാര കൂട്ടിയിരിക്കുമ്പോൾ അവിടേക്ക് പോകുന്നതിന് പകരം പാപമുണ്ടെന്ന് അറിഞ്ഞ് ദേവാലയം പരിപാടി ഇന്ന് ഇവിടെ വെച്ച് നിർത്തണം. പാപമുണ്ടെങ്കിൽ കുമ്പസാര കൂട്ടിലേക്ക് ഓടണം. ഞാനൊരു ഇടവക ദേവാലയത്തിൽ ഇങ്ങനെ ശുശ്രൂഷ കഴിഞ്ഞ് പോരുമ്പോൾ എന്നെ അറിയുന്നൊരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറയാണ്, കൃഷ്ണൻകുട്ടി ബ്രദറെ, ഞാൻ എൻ്റെ ഇടവകയിൽ കുമ്പസരിക്കാറില്ല. അപ്പം ചോദിച്ചാൽ എന്താ ചേച്ചി? അത് അറിയണച്ചനല്ലേ, അതറിയണച്ചനല്ലേ. സഹോദരി, നീ തിരിച്ചറിഞ്ഞു, കുമ്പസാരക്കൂട്ടിലെ നീ അറിയുന്ന അച്ഛനല്ല, കുമ്പസാരക്കൂട്ടിലെ നിന്റെ വികാരി അച്ഛനല്ല, കുമ്പസാരക്കൂട്ടിലെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഇരിക്കണത്. ഈ ഒരു ബോധ്യമാണ് മക്കളെ. കുമ്പസാരക്കൂട്ടിലേക്ക് പോകുമ്പോൾ അവിടെയാണ് കുമ്പസാരം കഴിയുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഉറപ്പ് വേണം. നീ ഏറ്റുപറയുന്ന പാപങ്ങൾ യേശു ക്രിസ്തുവിന്റെ മുന്നിലാണ്. യേശു ക്രിസ്തുവിനോടാണ് നിന്റെ പാപങ്ങൾ ഏറ്റുപറി. ഈ ഒരു ബോധ്യമാണ് മക്കളെ. കുമ്പസാരക്കൂട്ടിലേക്ക് പോകുമ്പോൾ അവിടെയാണ് മക്കളെ അത്ഭുതം സംഭവിക്കുക. ഈ ഒരു ബോധ്യമില്ലാതെ ഓരോ ചട്ടങ്ങ് പോലെ കുമ്പസാരം കൊണ്ട് നടന്ന് നമ്മൾ വേദനയോടെ നിരാശയോടെ നേറി കഴിയുക. മക്കളെ, ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല നമ്മൾ. തിരുത്തണം, തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. എല്ലാവരും വിളിച്ചോ ഹല്ലേലൂയ. നാവുണ്ടെങ്കിൽ വിളിച്ചോ ഹല്ലേലൂയ. മക്കളെ, ഈ നാവുണ്ടോ എന്ന് വിളിച്ചോ. പെട്ടെന്നൊരു വാക്ക് ഓർമ്മ വരുന്നറിയോ? 2010 ഇത് 16 26 2010 കോഴിക്കോട് ജില്ലയിലെ വടകര സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച്, കോഴിക്കോട് ജില്ലയിലെ വടകര സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ ശുശ്രൂഷ കഴിഞ്ഞ് ഉത്രാടത്തിന് രാത്രി നോക്കിയാൽ മതി. ഉത്രാടത്തിന് രാത്രിയാണ് വീട്ടിലേക്ക് വരണത്. വന്നപ്പോൾ മിണ്ടാൻ പറ്റുന്നില്ല. ഒരു സഹോദരൻ എന്നെ വിളിച്ചു. അപ്പം എൻ്റെ സ്വരം കേട്ടപ്പോൾ എന്താ പറ്റിയ ബ്രദർ ചോദിച്ചു. എന്തോ തൊണ്ടയിൽ ഭയങ്കര വേദന പോലെ. ഇപ്പം നാളെ തിരുവോണമല്ലേ, ഡോക്ടറെ കാണാൻ പറ്റൂലല്ലോ. 4 ഓണത്തിന് തൃശ്ശൂരിലുള്ള മാത്യു ഉലയ്ക്കങ്ങൾ ഡോക്ടറെ പോയി കണ്ടു. മാത്യു ഉലയ്ക്കങ്ങൾ MD ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച മരുന്ന് തന്നു. എന്നിട്ട് ചെല്ലാൻ പറഞ്ഞു. ഒരു കുറവും വന്നില്ല. വീണ്ടും ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താ ജോലി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജോലി സുവിശേഷം പ്രസംഗിക്കലാന്ന് പറഞ്ഞു. ഡോക്ടറിനോട് പറഞ്ഞു നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. സുവിശേഷം പ്രസംഗിക്കൽ മാത്രമല്ല, സംസാരം നിർത്തണം, മൊബൈൽ ഫോൺ പോലും ചെയ്യില്ല. എന്താണ് മാത്യു ഉലയ്ക്കൽ എന്ന MD ഡോക്ടർ എന്നോട് പറഞ്ഞു. തൊണ്ടയിൽ ഒരു സാധനം അത് ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഒരുപാട് പേടി ഉള്ളിലേക്ക് വന്നു. ഒരുപാട് ആരായാലും പേടിക്കല്ലോ. ഡോക്ടർ എങ്ങനെ പറഞ്ഞാൽ ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക. എൻ്റെ സുഖലത്തെ മോനോട് പോലും ഞാൻ മിണ്ടുന്നില്ല. വിശുദ്ധ കുർബാന മാത്രം മുടക്കില്ല. എൻ്റെ വീടിൻ്റെ പഠിക്കുന്ന 5 ഒരു വണ്ടി വരും. ആ വണ്ടിയിൽ ഒരു 6 മണിക്ക് വിശ്വാസത്തിൽ 6 മണിയുടെ കുർബാന വൈകിട്ട്. അത് കുർബാന കഴിയുമ്പോൾ വണ്ടി തിരിച്ചു അവിടെ നിന്ന് വീട്ടിലേക്ക് വരും. അങ്ങനെ ഒരു ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് പോയി എൻ്റെ പടിക്കോടെ വരുന്നൊരു ബസ്സാത്ത്. ആ ബസ് മാത്രമാണ് പടിക്കോടെ വരണത്. ആ ബസ് വരാൻ വേണ്ടി ഞാൻ ഡ്രസ്സ് അല്ലായത് കുർബാന വേണ്ടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചുവന്ന കസരവൻ്റെ വീടിൻ്റെ അറത്തിങ്ങനെ ഇരിക്കുക. പടിക്കോടെ ബസ് വരിക. ഇരിക്കുമ്പോൾ എൻ്റെ കാതിലേക്ക് ഒരു പാട്ടിൻ്റെ വരി കേൾക്കുക. ഒരു പാട്ടിൻ്റെ വരി ഇങ്ങനെയാണ്. നാദാ നിനക്കായി പാടി പാടിയൻ നാവു തളർന്നാൽ തളർന്നിടട്ടെ, നിനക്കായി ഏറെ നടന്നെൻ്റെ പാദം തളർന്നാൽ തളർന്നിടട്ടെ. ഈ വരികൾ എനിക്ക് കാതിൽ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അറിയാതെ ഞാനിങ്ങനെ പാടും. എൻ്റെ ഉള്ളിൽ ആ പാട്ടിനോട് ചേർന്ന് ഞാനിങ്ങനെ പാടുമ്പോൾ എൻ്റെ കാതിലുകൾക്ക് നിനക്ക് നാണമുണ്ടോ അത് പാടാൻ? നിനക്ക് നാണമുണ്ടോ അത് പറഞ്ഞു? ഇപ്പം എന്താ പാടിയേ? നിനക്ക് വേണ്ടി പാടി പാടി നാവ് പോവുകയാണെങ്കിൽ അങ്ങോട്ട് പൊക്കോട്ടെന്ന്. നീ ഇപ്പം മിണ്ടാതെ എന്തുകൊണ്ടാ? നാവ് പോവുമെന്ന് മെഡിക്കൽ ഡോക്ടർ പറഞ്ഞപ്പോൾ പേടിച്ചെന്നെടുക്ക്. ആ പാട്ട് പാടാൻ യോഗ്യതയുണ്ടോ? മക്കളെ, നിങ്ങൾക്കറിയാം 2010 ഒക്ടോബർ 1 വെള്ളിയാഴ്ച. 2010 ഒക്ടോബർ 1 വെള്ളിയാഴ്ച, ആദ്യ വെള്ളിയാഴ്ച. എവിടെ ഞാൻ പ്രസംഗം നിർത്തി അവിടേക്ക് ചെന്ന് ഞാൻ വടകര സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ അവിടുന്ന് പ്രസംഗിച്ച് തുടങ്ങി. ഇത് 2026. ഇന്ന് മെയ് മാസം 15-ാം തീയതി കിട്ടി. ഈ തൊണ്ടയ്ക്ക് ഒരു മരുന്നുമില്ല മക്കളെ. ഹല്ലേലൂയ. ഒന്ന് വിളിച്ചോ ഹല്ലേലൂയ. മക്കളെ, ഇവിടെ നിങ്ങൾക്ക് മുഴുവൻ പറയാൻ തക്കവണ്ണം ഈ മൈക്കില്ലാതെ ഞാൻ പ്രസംഗിക്കും.
എന്താ കാരണം എന്നറിയോ? തൊണ്ടയിലൊരു മയക്കുണ്ട്, തമ്പുരാൻ തന്നതാം, ദാനമായി തന്നതാം, അവൻ വെറുതെ തന്നതാം, ഒരു യോഗ്യതയില്ലാതെ തന്നതാം. അത് അവന് വേണ്ടി കൊടുക്കാന്. മക്കളെ, നാവിടെ അവിടുന്ന് കൊടുത്തു നോക്കിയാൽ നമ്മൾക്കൊന്ന് വിളിക്കാൻ ഒന്നും മിണ്ട ഭയങ്കര നാടാ. മക്കളെ, ഞാൻ ഒരൊറ്റ കാര്യം പറയാം, നാണിച്ചിരുന്ന് ഒന്നും കിട്ടില്ല. കൃഷ്ണൻകുട്ടി ആയിരിക്കും അങ്ങനെ അറിയോ? അമ്പലത്തെ പോയിട്ട് വിവരം പറഞ്ഞാൽ മതി. എന്ത് പറഞ്ഞാൽ മതി? പേര് കൃഷ്ണൻകുട്ടി, 4 രേവതി, ഒരു പുഷ്പാഞ്ജലി, കാശ് കൊടുത്താൽ മതി. ക്രിസ്ത്യാനിക്ക് അങ്ങനെയെന്നറിയോ? അറിയോ? ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം പറയാ, നീ പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരമരുളൂ. നിനക്ക് ഉത്തരം വേണോ? നീ തന്നെ പ്രാർത്ഥിക്കണം. അടുത്താൾ പ്രാർത്ഥിച്ചാ പോരാ, നീ തന്നെ പ്രാർത്ഥിക്കണം. വീണ്ടും പറയാ, നീ നിലവിളിച്ചാൽ ഇതാ ഞാനെന്ന് മറുപടി തരും. നിനക്ക് മറുപടി വേണോ? നീ തന്നെ നിലവിളിക്കണം. അടുത്താൾ നിലവിളിച്ചാ പോരാ. മോളെ, ക്രിസ്തുവൻ്റെ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വെറുതെ കിട്ടില്ല. നിങ്ങൾക്കറിയാം, എനിക്ക് 71 വയസ്സാണ്. അടുത്ത മാസം 20-ാം തീയതി വന്നാൽ 71 വയസ്സാണ്. 3 മണിക്ക്, 3:30 മണിക്ക്, 2 മണി എല്ലാ ദിവസവും എഴുന്നേൽക്കും. കാരണം അറിയോ? എഴുന്നേൽക്കാൻ ഒരാൾ നിർബന്ധിച്ചിട്ടാണോ? എഴുന്നേൽക്കും, എന്നിട്ട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയാണ് ആദരം ചലിക്കണത്. ആ പ്രാർത്ഥനയാണ് സർവ്വതും തരണത്. അപ്പം മകളെ, തമ്പുരാൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോഴെങ്കിലും നമ്മളൊന്ന് വിളിക്കാൻ മടി കാണിക്കല്ല. വിളിയാണ് സർവ്വതും. വിളിച്ചാൽ കിട്ടും, വിളിക്കാതെ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എവിടെ പോയി ഏത് തൊട്ട് ഞാൻ പറയും, വിളിക്കേ എന്ന് പറയും. നിങ്ങൾ ഈ കഴിഞ്ഞ നോമ്പിൽ 14 പള്ളിയിൽ ധ്യാനം ഉണ്ടായിരുന്നു. നോക്കിയാൽ മതി. കാര്യക്കുഴ തുടങ്ങി അന്ന് ധ്യാനം തുടങ്ങി. 13 പള്ളിയിൽ ബിജച്ചൻ്റെ കൂടെ 2 ദിവസം, വേറെ അച്ഛൻ്റെ വേറെ ഇവിടെ 1 ദിവസം. ഈ 2 ദിവസവും വചനം പറഞ്ഞിട്ട് ഇതേ സ്വരത അന്നും പ്രാർത്ഥിക്കുമ്പോൾ പിശാച് എൻ്റെ കാതിൽ പറയാണ്, പതുക്കെ പറഞ്ഞാൽ മതി, നാളെ വേണ്ട, നാളെ അവിടെ പോകണ്ടേ, ഇവിടെ പതുക്കെ പറഞ്ഞാൽ മതി എന്ന്. ആര് പറയണു? പിശാച് പറയാ, നാളെ അവിടെ വേണ്ട, ഇന്ന് ഇവിടെ ഉറക്ക പറഞ്ഞ അവിടെ മിണ്ടാൻ പറ്റുമോ? അതുകൊണ്ട് പതുക്കെ പറഞ്ഞാൽ മതി. അവൻ ഈശോ എന്നോട് ചോദിക്കുകയാണ്, നാളെ നീ ഉണ്ട് എന്ന് വല്ല ഉറപ്പും നിനക്കുണ്ടോ? നാളെ ഉണ്ട് എന്ന് വല്ല ഉറപ്പും നിനക്കുണ്ടോ? ഇപ്പം നീ പറഞ്ഞോ നാളെ വേണ്ടത് നാളെ തരൂ. മക്കളെ, അങ്ങനെയാണ് ദൈവം. നീ നാളെ വരുമെന്ന് ഒരു ഉറപ്പുമില്ല. നമ്മൾ അടുത്ത വെള്ളിയാഴ്ച വരുന്ന ഒരു ഉറപ്പും നമ്മൾക്കില്ലെങ്കിലും ഈ വെള്ളിയാഴ്ച വന്നിരിക്കുമ്പോൾ ഒന്ന് വിളിക്കുക. എങ്ങനെ മടി കാണിക്കണോ? മസല് പിടിക്കണോ? ഹല്ലേലൂയ, സ്വരമെത്തി വിളിക്കേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ഇനി വിളിച്ചാലാണ് കിട്ടുക എന്ന് പറയുന്ന കാര്യം അറിയോ? വിളിച്ചാലാണ് കിട്ടുക. നമുക്ക് ബൈബിളിൽ ഒരു വചനം നോക്കാൻ പറ്റും. അതിനു മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാണ്, ദൈവത്തെ ആരാധിച്ചാൽ എന്താ കിട്ടുക എന്ന് അറിയാം. നമ്മൾക്ക് അതരം തുറന്ന് സ്വരം ദൈവത്തെ വിളിച്ചാൽ എന്താ കിട്ടുക അറിയോ? നിങ്ങൾക്ക് എന്താ കിട്ടുക എന്ന്? മക്കളെ, പുറപ്പാടിൻ്റെ പുസ്തകം 23-ാമത്തെ അധ്യായം അതിൻ്റെ 25, 26 തിരുവചനം എഴുതി വച്ചിരിക്കുക. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാമത്തെ അധ്യായം 25, 26 തിരുവചനം എഴുതി വച്ചിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ക്രിസ്ത്യാനിയായ നീ ജീവന്റെ കാലം മുഴുവൻ നിന്റെ ദൈവത്തെ നീ ആരാധിക്കണം. വചനം പറയാ, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. തുടർന്ന് പറയാണ്, അപ്പോൾ അവനുടെ ഭക്ഷണപാനീയങ്ങളെ ആശീർവദിക്കും. തിരിച്ചറിഞ്ഞു, നീ ദൈവത്തെ ആരാധിച്ചാൽ, നീ യേശുവിനെ ആരാധിച്ചാൽ നീ ഭൂമിയിൽ പട്ടിണി കിടക്കില്ല. ദൈവത്തിന്റെ വചനം പറയാം. രണ്ടാമത് പറയാ, എന്താ പറയണത്? രണ്ടാമത് പറയണത്, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും. രോഗം നിർമാർജയും. നീ അതരം തുറന്ന് ദൈവത്തെ വിളിച്ചാൽ, ഒരു മെഡിക്കൽ കോളേജിൽ നീ പോണ്ട, നീ അറിഞ്ഞൊന്ന് വിളിച്ചു ദൈവത്തെ, രോഗം നിർമാർജനം ചെയ്യും. മൂന്നാമത് പറയാം, ഗർഭഛിദ്രമോ വന്ധ്യതയോ നിന്റെ ദേശത്ത് പോലും ഉണ്ടാവില്ല. നിന്റെ ദേശത്ത് പോലും ഉണ്ടാവില്ല. നാലാമത് പറയാ, ഞാൻ നിങ്ങൾക്ക് ദീർഘായുസ്സ് നൽകും. സഹോദരങ്ങളെ, ഈ 4 കാര്യം തമ്പുരാൻ തരാം എന്ന് പറഞ്ഞത് നീ ദൈവത്തെ ആരാധിച്ചാലാ. നീ വേറെ ഒന്നും ചെയ്യണ്ട. നാവ് തന്നവനെ, ജീവൻ തന്നവനെ, ആത്മാവ് തന്നവനെ അവൻ്റെ മുന്നിലിരിക്കുമ്പോൾ അവനൊന്ന് വിളിക്കാൻ പറയുമ്പോൾ നീ അതരം തുറന്ന് പറഞ്ഞാൽ ഈ 4 പുണ്യങ്ങൾ മക്കളെ സ്വർഗം നമ്മളിലേക്ക് ഒഴുക്കും. എന്ത് ചെയ്യും? എന്തൊക്കെയാ പറഞ്ഞേ? പട്ടിണി കിടക്കേണ്ടി വരില്ല. രോഗത്തിന് വിടുതൽ കിട്ടും. രോഗത്തിന് വിടുതൽ കിട്ടും. ഗർഭചിദ്ര വന്ധ്യയോ ദേശത്ത് പോലും ഉണ്ടാകില്ല. ഞാൻ ദീർഘായുസ്സ്, ഈ 4 കാര്യം ദൈവം തരാമെന്ന് പറഞ്ഞത് ദൈവത്തെ വിളിച്ചാലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ നോക്കിയാൽ ഒന്ന് വിളിക്കാൻ പറയും. എനിക്ക് വേണ്ടിയിട്ടല്ല,
നിങ്ങൾ ആരും വെറും നേരം പോക്കിന് വന്നവരല്ല. എന്തെങ്കിലും വേണോ, അത് കിട്ടണമെങ്കിൽ മക്കളെ വിളിക്കണം. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ പറയുന്നത്. ഇത്ര മണിക്ക് നിർത്തണം എന്നവർ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു പോകാനല്ല ഞാൻ വന്നേ. എന്നോട് 11:30 വന്നാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ 10:15 വന്ന് അവിടെ ഇരുന്ന് ആരാട് ഉപരി ഞാൻ പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞ ഈശോയെ, ഒരുപാട് വേദനിക്കുന്ന മക്കൾ കടന്നു വന്നിട്ടുണ്ട്, ഒരുപാട് കണ്ണുനീരുടെ മക്കൾ കടന്നു വന്നിട്ടുള്ളു, ഒരുപാട് യോഗ മക്കൾ കടന്നു വന്നിട്ടുണ്ട്. ഒരു മകൾ പോലും മകൻ പോലും വെറും കൈയോടെ പൂവല്ല ദൈവമേ എന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോട് ഇരുന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടെ ഒരു കൊച്ചു കുഞ്ഞു പോലും വെറുതെ പൂവല്ല ദൈവമേ. വേദനയോടെ വന്നവർ, തളർന്നു വന്നവർ വെറും കൈയോടെ വിടൽ ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. മക്കളെ, അത് ഞാൻ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളും കൂടി തീരുമാനമെടുക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് പ്രാർത്ഥിക്കുക എന്ന് പറയണത്. ഹല്ലേലൂയ. സ്വരമുയർത്തി വിളിച്ചോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ദൈവത്തെ പറയാൻ പറഞ്ഞ ഒന്നുമല്ല, വേറൊരു വിഷയം പറയാൻ പറയുന്നത് തമ്പുരാൻ. വേറൊരു വിഷയം. ഇന്ന് ഒരുപാട് മക്കൾ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇന്ന് മെയ് മാസം 15 അപ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്ന വിഷയമാണ് പറയണത്. ഒന്നും തീരുമാനം എടുത്ത് വന്നിട്ടൊന്നുമില്ല, ഇന്നത് പറയണമെന്ന് പെട്ടെന്ന് വന്നൊരു ദിവസം. ചില വ്യക്തി എന്നോട് ചോദിക്കുകയാണ്, ബ്രദറെ ഒരു സംശയം ചോദിക്കാൻ വന്നത്. തൃശ്ശൂർ നമ്മുടെ അതിരൂപതയിലെ ഒരു ഫറോന പള്ളിയിൽ വാർഷിക ധ്യാനം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു യൂത്ത് എൻ്റെ അടുത്തേക്ക് വേണ്ടി ചോദിച്ച ചോദ്യം എങ്ങനെയാണ്, ബ്രദറെ സ്വർഗത്തിൽ പോയിട്ടുണ്ടോയെന്ന് എന്നോട്. അപ്പോൾ എന്ത് അങ്ങനെ ചോദിച്ചേ? അല്ല, പ്രസംഗം കേട്ടപ്പോൾ തോന്നി പോയി വന്ന ഷായ ഉണ്ടെന്ന്. പ്രസംഗം കേട്ടപ്പോൾ തോന്നി പോയി വന്ന ഷായ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, സ്വർഗമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം ബൈബിളിൽ സ്വർഗമുണ്ട് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. നരകമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം ബൈബിളിൽ നരകമുണ്ട് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. നിത്യജീവനെന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം ബൈബിളിൽ നിത്യജീവൻ എഴുതി വച്ചിട്ടുണ്ട്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. പക്ഷേ ഇത് ചോദ്യം ഉള്ളിൽ കടന്നു. എങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നങ്ങൾ വന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നിത്യജീവനുണ്ടെന്ന്. മക്കളെ, ഞങ്ങൾക്കൊരു തെളിവ് തരാം. ഞാൻ ഒരു തെളിവ്. 4 കൊല്ലം മുമ്പ് 2022 ഒരു മെയ് മാസം 15, ഇന്ന് മെയ് മാസം 15, അതുകൊണ്ടാണ് ഓർമ്മയ്ക്ക് വന്നതുകൊണ്ട് ഇന്ന് മെയ് മാസം 15, 2022 മെയ് മാസം 15-ാം തീയതി ഒരു 10 പേരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. അത് ഒരാളെ പേര് കിട്ടും നിങ്ങൾക്ക്. 10 പേരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു 2022 മെയ് മാസം 15-ാം തീയതി. അത് ഒരാളെ പേര് കിട്ടുമോ? ആ ഒരാളുടെ പേരാണ് നീലകണ്ഠൻ പിള്ള, ഇപ്പോൾ ദൈവസഹായം പിള്ള. കേട്ടോണ്ടോ? അങ്ങനെ കേട്ടോണ്ടോ? ഏത് ക്രിസ്ത്യൻ തറവാട്ടിലെ ജനിച്ച്? എവിടെ ജനിച്ച്? ഒരു നായർ തറവാട്ടിൽ ജനിച്ചു. നോക്കിയാൽ മതി. ഒരു നായർ തറവാട്ടിൽ ജനിച്ച് രാജ്യഭരണകാലത്ത് രാജാവിൻ്റെ കീഴിൽ ഉന്നതമായ ഉദ്യോഗമുള്ള മനുഷ്യനായിരുന്നു ഈ നീലകണ്ഠൻ പിള്ള. എന്തെല്ലാം ഉണ്ടെങ്കിലും ജീവിതത്തിൽ ശൂന്യതയായിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് യേശുവിനെ അറിയാനിടയായി. യേശുവിനെ അനുഭവിക്കാനിടയായപ്പോൾ മറ്റെല്ലാം ഉപേക്ഷിച്ച് യേശുവാണ് സർവ്വതും എന്ന് പറഞ്ഞു. സർവ്വതും യേശുവാണ് എന്ന് പറഞ്ഞപ്പോൾ രാജകിങ്കരന്മാര് ഒരുപാട് കിരാതമായ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടു, ഒരുപാട് പീഡനങ്ങൾ കൊണ്ടുപോയി. ആ ഒന്നിൻ്റെ മുന്നിലും പതറാതെ നിന്നു. രാജാവിന്റെ കിങ്കരന്മാര് ക്രൂരമായി പീഡിച്ചപ്പോൾ പീഡിച്ചവരിലേക്ക് നോക്കാതെ സ്വർഗത്തിലേക്ക് നോക്കി അവിടെ യേശുവിനെ കണ്ടു. ആ പീഡനമെല്ലാം ഏറ്റെടുത്തു, സർവ്വതും ഏറ്റെടുത്ത് ഒരുപാട് പേര് 3 വർഷക്കാലം കൊടും പീഡനങ്ങളോട് നടന്നുപോയി. ഒറ്റ മാർഗമുള്ളൂ, യേശുവിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. യേശുവിനെ ഉപേക്ഷിക്കില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്തു. അങ്ങനെ 1752 ഒരു ജനുവരി മാസം 14-ാം തീയതി വെടിവെച്ചു കൊന്നു. മക്കളെ നോക്കിയാൽ മതി, എത്ര കൊല്ലം ഭൂമിയിൽ ക്രിസ്ത്യാനിയായി ജീവിച്ചു. നോക്കിയാൽ മതി. 1712 ജനിച്ചത്. 1712 ജനിച്ച് 1745 മാമോദിസ മുങ്ങി
1752 ജനുവരി 14 രക്തസാക്ഷിയായി മാറി. 7 കൊല്ലം പോലും ക്രിസ്ത്യാനിയായി ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. അങ്ങനെ രക്തസാക്ഷിയായി മരിച്ചു. ആരും നോക്കാനില്ല, ആരുമില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. മക്കളെ, നിങ്ങൾക്കറിയാം, ഇവിടെ ഇരിക്കുന്ന സഹോദരൻ നിങ്ങളോട് ചോദിക്കട്ടെ, അപ്പൻ മരിച്ചുപോയി, അപ്പൻ്റെ അപ്പൻ മരിച്ചുപോയി, അപ്പൻ്റെ അപ്പനും മരിച്ചുപോയി. ആ അപ്പൻ്റെ അപ്പനെ ഓർക്കുന്ന എത്ര പേരും ഇവിടെ ഇരിക്കുന്നുണ്ട്? അപ്പനും ഓർക്കും, ഇടയ്ക്ക് അപ്പാപ്പനും കൂടി ഒന്ന് ഓർക്കും. അപ്പൻ്റെ അപ്പനും ചിലപ്പോൾ ഓർക്കാം, ബുദ്ധിമുട്ടാണിത്. പക്ഷേ എങ്കിലും ചിലപ്പോൾ ഓർക്കാം. അത് കഴിഞ്ഞ് ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും? അപ്പാപ്പൻ്റെ അപ്പാപ്പനെ ഓർക്കുന്നുണ്ടോ ഏതെങ്കിലും വ്യക്തി? ആ കൊല്ലം വരുമ്പോൾ ഒരു കുർബാന പൈസ കൊടുക്കുന്നു, കുർബാന നടക്കുന്നു, കൊല്ലം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൻ്റെ 41 വർഷം 1, 2, 3 ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പാപ്പൻ്റെ അപ്പനുണ്ടോ? ഇല്ല. അപ്പം നമ്മളെ തിരിച്ചറിഞ്ഞു. എന്നിട്ട് ഈ യേശു ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയതിന് ശേഷം 260 കൊല്ലം കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞോ സ്വർഗമുണ്ടെന്ന് തിരിച്ചറിഞ്ഞോ? 260 കൊല്ലം കഴിഞ്ഞപ്പോൾ 2012 ഡിസംബർ മാസത്തില് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു ഈ ദൈവസഹായം പിള്ളയെ. നോക്കണം, എത്ര കൊല്ലം കഴിഞ്ഞ്? 260 കൊല്ലം കഴിഞ്ഞ് ഭൂമിയിൽ ഏത് മനുഷ്യനാണ് മക്കളെ ഇവിടെ ഓർക്കണത്? ഇതാ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി മാറി 260 കൊല്ലം കഴിഞ്ഞു. 2012 ഡിസംബർ മാസത്തിൽ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. അവിടുന്ന് 10 കൊല്ലം കഴിഞ്ഞു. 2022 മെയ് മാസം 15-ാം തീയതി വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ലോകമുള്ള കാലം വരെ അൽത്താരയിൽ സ്ഥാനം പിടിച്ചു. എങ്ങനെ തിരിച്ചറിഞ്ഞു? സ്വർഗമുണ്ട് എന്നും അവിടെ ക്രിസ്തുവാണ് രാജാതിരാജന ദൈവമെന്നും മക്കളെ നീ വിശ്വസിച്ചു. ആ തെളിവാണ് ദൈവസഹായം പിള്ള. ഹല്ലേലൂയ! ഒന്ന് വിളിക്കേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, കൃഷ്ണൻകുട്ടി ഇത് ആന്റണിയായിട്ടുള്ള ഉള്ളിൽ ഇവിടെ കടന്ന് മരിച്ചാൽ, ഇവിടെ വീണ് മരിച്ചാൽ ആ നിത്യത, അതാണ് നമ്മുടെ ലക്ഷ്യം. അവിടേക്കാണ് ഓട്ടം, അവിടേക്കാണ് ഓടണത്. നമ്മൾ നാളെ പോകും. മക്കളെ, നിങ്ങളൊരു ജപമാല ചൊല്ലുന്നുണ്ടെങ്കിൽ, ഒരു ജപമാല ഉണ്ടെങ്കിൽ എത്ര വട്ടം ഞങ്ങളുടെ മരണസമയത്ത് പറയാനില്ലേ? എത്ര വട്ടം പറയണത്? കൂടെയുള്ളതല്ലേ ഇത്? എപ്പോഴാന്ന് പറയാൻ പറ്റുമോ? കൂടെ ഇല്ലേ? അപ്പൊ നോക്കിയാൽ മതി. ആ മരണത്തിന് ശേഷം സെമിത്തേരിയിലെ അവസാനിക്കുന്ന ഒരു ജന്മമല്ല ക്രിസ്തീയ ജീവിതം. അവിടുന്ന് പുതിയത് തുടങ്ങണതാ. അവിടേക്കാണ് ലക്ഷ്യം. അതാണ് ഓട്ടം. അവിടേക്ക് വേണ്ടി ഓടണത്. അവിടേക്ക് ഓടണം നമ്മൾ. അത് ലക്ഷ്യം വെക്കണം. അവിടേക്ക് എത്തണം. ആ നിത്യതയിലേക്ക്, അവിടേക്ക് ലക്ഷ്യം വെക്കാനുള്ള വഴിയാണ് മക്കളെ ഏത്? ആ ശക്തി കിട്ടുന്ന ഓരോരു വഴിയാണ് വിശുദ്ധ കുർബാന. വേറെ ഒന്നും ഈ ഭൂമിയിലില്ല. പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. കുർബാനയ്ക്ക് പകരം എന്ന് പറയാൻ ഭൂമിയിൽ ഒന്നുമില്ല. എല്ലാം വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധനെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധയുടെ മൂല്യം തിരിച്ചറിയണം. ഇത് പ്രസംഗിക്കാൻ എങ്ങനെ തുടങ്ങുന്നറിയോ? പക്ഷേ തമ്പുരാൻ പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് നീ പറയ്. ഒരു ദേവാലയത്തിൽ ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് പോവാം, എനിക്ക് ശുശ്രൂഷയ്ക്ക് പോകണം, എൻ്റെ ഇടവകയിൽ പോയി നേരം വൈകും, എനിക്കാണെങ്കിൽ നിലത്ത് മുട്ടുകുത്താൻ പറ്റില്ല. നിങ്ങൾക്കറിയോ, എൻ്റെ ഇടത്തെ കാലുമ്മ കമ്പി, ഇടത്തെ കയ്യമ്മ കമ്പി, ഇടത്തെ കണ്ണിന് കേട്, ഇടത്തെ ചെവിടിന് കേട്, ഇതെല്ലാം കേടുകൊണ്ടായി ഓടി നടക്കണത്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിലത്ത് മുട്ടുകുത്താൻ പറ്റാത്ത ഇരിക്കാൻ പറ്റില്ല എനിക്ക്. പക്ഷേ ഞാൻ ഞായറാഴ്ച ചെല്ലുമ്പോൾ അവിടെ കസാരി ബെഞ്ചൊക്കെ ഫുള്ളായി, ഇരിക്കാൻ സ്ഥലമില്ല. എൻ്റെ ഇടവക ദേവാലയത്തിൽ ആദ്യത്തെ വിശുദ്ധ കുർബാന ഞാനാ സ്വീകരിക്കുക. എൻ്റെ ഇടവക ഏറ്റവും മുമ്പിൽ ഞാനാ. വിശുദ്ധ കുർബാനയ്ക്കാണ് ഏറ്റവും മുമ്പിൽ, വേറെ ഒന്നിനും ഞാൻ മുമ്പിലില്ല. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ ഞാനാ. അപ്പോൾ പക്ഷേ ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു സ്ഥലമില്ല. വലിയ ദേവാലയം, 10,600 വീടുള്ള ഇടവകയാണ്. ബേക്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കസേര കൊടുക്കുന്നു. ഞാൻ പെട്ടക്ക് ഞൊണ്ടി അവിടെ നിന്ന് ആ കസേരമ്മ ഞാൻ ഇരുന്ന് ഇടം നിന്നു. ഞാൻ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ പറ്റും. എൻ്റെ ഇടവകയല്ലല്ലോ. അവിടെ നിന്നു. അങ്ങനെ വിശുദ്ധ കുർബാന തുടങ്ങി. വിശുദ്ധ കുർബാന സ്വീകരണത്തിന് സമയത്ത് എൻ്റെ ഉള്ളിൽ വിഷമമായി. ഇനി കുർബാന സ്വീകരിക്കാൻ അത്രയും വഴി ഫ്രണ്ടിലേക്ക് വരണം. അപ്പോൾ മക്കളെ, ആ വിശുദ്ധ കുർബാന സ്വീകരണം വന്നപ്പോൾ ആ ഞായറാഴ്ച ആ വിശുദ്ധ കുർബാനയ്ക്ക് വന്ന 1000 പേരുണ്ടെങ്കിൽ 900 പേര് അവിടെ ഇരുന്നു. 100 പേര് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. 900 പേരും വിശുദ്ധ കുർബാന ഞായറാഴ്ച കാണാൻ വന്നവർ. ഒന്ന് നോക്കിയാൽ അവിടെ നിന്ന് ഇറങ്ങി, ആ കുർബാന കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ സ്വർഗം എന്നോട് പറയാണ്, നിന്നെ നേരം വഴി കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ? നീ നേരത്തെ വന്നാൽ നീ ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കും.
ബേക്കിൽ എന്താണ് എന്ന് നീ അറിയുന്നില്ല. അതുകൊണ്ടാണ് നിനക്ക് ഫ്രണ്ട് മുഴുവൻ ഞാൻ ഫുള്ളാക്കിയിട്ട് ബേക്കിലൊരു കസാര നിനക്ക് വേണ്ടി ഞാൻ ഇട്ടതാ. കാരണം എൻ്റെ ഈ ജനം ഞായറാഴ്ച എന്ന് പറഞ്ഞ പുണ്യ ദിവസം എന്താണ് ചെയ്യുന്നത് എന്ന് നീയൊന്നറിയാൻ വേണ്ടിയാണ്, കാണിച്ചു തരാനാ. അവിടുന്ന് ഈശോ പറയാണ്, മോനെ ഇതിനെക്കുറിച്ച് നീ പ്രസംഗിക്കണം. അവിടുന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. അവിടുന്ന് പ്രസംഗിക്കുകയാണ് വിശുദ്ധ കുർബാന കണ്ടുപോകുന്നതിനെക്കുറിച്ച്. മക്കളെ, ഒന്നും എൻ്റെ ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ ഒന്നുമില്ല. എൻ്റെ അനന്തകോടി നന്മയെ തമ്പുരാൻ, അവൻ്റെ കരുണ, അവൻ പറയണത് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തല വെട്ടുമെന്ന് പറഞ്ഞാലും അവൻ പറയുന്നത് ഞാൻ പറയും. ഹല്ലേലൂയ! ഒന്ന് വിളിച്ചോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അപ്പോൾ സ്വർഗമുണ്ടോ എന്ന് വെച്ചാൽ സ്വർഗമുണ്ട്, നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ്റെ മക്കളായി നമ്മൾ മാറണം. എന്നിട്ട് എങ്ങനെ നമ്മൾ ആരായി മാറണം തരുന്നത്? നമ്മളൊരു അമേരിക്കൻ ഡോളറായി മാറണം. ക്രിസ്ത്യാനിയായി ഞാനും നിങ്ങളും അമേരിക്കൻ ഡോളറാണ്. മൂല്യം അറിയും നിങ്ങൾക്ക്? അതിൻ്റെ അറിയാം. എന്താ അമേരിക്കൻ ഡോളർ എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾ? അതിൻ്റെ മൂല്യം എന്താ? അമേരിക്കൻ ഡോളർ പ്രത്യേകം അറിയാൻ പറ്റുമോ? സാധാരണ ഞാൻ ഒരു ഇങ്ങനെ കയറി നിൽക്കാറില്ല, ഞാൻ ഇറങ്ങി നിൽക്കാറുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് പറയാൻ പറ്റില്ലോ. അങ്ങനെ അമേരിക്കൻ ഡോളറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ മക്കളെ, എല്ലാത്തിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത് അമേരിക്കൻ ഡോളറാണ്. എല്ലാത്തിൻ്റെ മൂല്യം പറഞ്ഞ അമേരിക്കൻ ഡോളറാണ്. പിന്നെ നമ്മൾ വിശുദ്ധ നാട് കാണാൻ പോകുമ്പോൾ ഇന്ത്യൻ നോട്ട് കൊണ്ടുപോയി അവിടെ കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കാം. എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അമേരിക്കൻ ഡോളർ വേണം കയ്യിൽ. എല്ലാവരും മൂല്യം എന്ന് വെച്ചാൽ അമേരിക്കൻ ഡോളറാണ്. ഈ അമേരിക്കൻ ഡോളറാണ് എല്ലാത്തിൻ്റെ മൂല്യം എന്ന് പറയാൻ കാരണം. അത് അമേരിക്ക എന്ത് രാഷ്ട്രമാണ് കേട്ടോണ്ടോ നിങ്ങൾക്ക്? അമേരിക്കൻ പ്രസിഡന്റ് അധികാരം വരുമ്പോൾ എന്തിന് കൈവച്ച സത്യപ്രതിജ്ഞ എന്തറിയോ മക്കളെ? ബൈബിള് കൈവച്ചുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് അധികാരം ഏൽക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ കൈവച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആ അമേരിക്കയുടെ ഡോളറാണ് എല്ലാ മൂല്യം നിശ്ചയിക്കാൻ കാരണം. അമേരിക്കൻ ഡോളറിനേക്കാളും പൈസ കൊണ്ടിടുന്ന കുവൈറ്റ് ദിനാറ് ഭയങ്കര മൂല്യമുള്ളതാണ്, ബഹറിൻ്റെ മൂല്യം കൊടുക്കുന്നത്. പക്ഷേ അമേരിക്കൻ ഡോളറാണ് എല്ലാത്തിനും മൂല്യം നിശ്ചയിക്കാൻ കഴിയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അമേരിക്കൻ ഡോളർ കണ്ടവർ ആരും കൊണ്ട് കരമൊഴി ഉണ്ടെങ്കിൽ കരമൊഴി. അമേരിക്കൻ ഡോളർ അമേരിക്കൻ ഡോളർ കണ്ടവരിന്ന് കരമൊഴിയെത്തിയാൽ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അതിൻ്റെ എന്തായാലും കാരണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്താണ് ഇങ്ങനെ ആവാൻ കാരണം? അമേരിക്കൻ ഡോളറിന് മൂല്യം നിശ്ചയം കാരണം ഇതാണ് മക്കളെ അമേരിക്കൻ ഡോളർ എന്നിവർ ചോദിക്കേണ്ട തരില്ല. ഇതാണ് അമേരിക്കൻ ഡോളർ. എന്താ ഇതിന് മൂല്യം എന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? ഈ അമേരിക്കൻ ഡോളറിന് ഒരു വാക്ക് എഴുതി വച്ചിട്ട് കണ്ടാർക്കും അറിയാം എന്താ വാക്കെന്ന് ആരും കേട്ടോണ്ടോ? കണ്ടവരും അറിയോ? അതുപോലെ എഴുതി വച്ചിട്ട് ഇവിടെ ഇൻ ഗോഡ് വി ട്രസ്റ്റ്, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ലോകത്തിലെ ഓരോരു നോട്ട് മാത്രമാണ് വളരെ എഴുതി വെച്ച് ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അമേരിക്ക എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ രാഷ്ട്രം ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്? ആ ദൈവത്തിൻ്റെ വിശ്വാസം ഈ നോട്ടമായി എഴുതി വച്ചതാണ്. അമേരിക്കൻ ഡോളർ എല്ലാത്തിനും മൂല്യം നിശ്ചയിക്കുന്ന ഡോളറായി മാറാൻ കാരണം ഇതമേ എഴുതി വച്ചിരിക്കുക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മക്കളെ, ഈ അമേരിക്കൻ ഡോളർ എന്ന് പറഞ്ഞാൽ എല്ലാ ലോകരാഷ്ട്രങ്ങളും മാറണതാണ്. അതുപോലെ മൂല്യമുള്ള എല്ലാ ലോകരാഷ്ട്ര വിലയുള്ള ഭൂമിയിലെ ഓരോരു ജനമാണ് മക്കളെ ക്രിസ്ത്യാനിയായ നമ്മൾ മൂല്യം തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ ആരാന്ന് അറിയണ്ടേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 1 പത്രോസ് 2:9 പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ സ്വന്തം ജനം. എന്താ സ്വന്തം എന്ന് പറഞ്ഞാൽ മക്കളെ തിരിച്ചറിഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ക്രിസ്ത്യാനികളായ മക്കളെ, സ്വർഗത്തിലെ പിതാവായ ദൈവത്തെ അപ്പച്ച എന്ന് വിളിക്കാൻ ഭൂമിയിൽ അധികാരമുള്ള ഓരോരു ജനമാണ് ക്രിസ്ത്യാനി. തിരിച്ചറിഞ്ഞോ? സ്വർഗത്തിലെ പിതാവായ ദൈവത്തെ അപ്പച്ച എന്ന് വിളിക്കാൻ അധികാരമുള്ള അവകാശമുള്ള ലോകത്തിലെ ഓരോരു ജനമാണ് ക്രിസ്ത്യാനി. സ്വർഗത്തിലെ പിതാവായ ദൈവം മക്കളെ എന്ന് വിളിക്കുന്ന വിളി കേൾക്കാൻ ഭൂമുഖത്ത് അധികാരമുള്ള അവകാശമുള്ള ഓരോരു ജനമാണ് മക്കളെ ക്രിസ്ത്യാനി. തിരിച്ചറിഞ്ഞോ? വേറെ ആർക്കുമില്ല ഈ അധികാരം, ഈ അവകാശം. ആരാണ് വിളിക്കുന്നത്? സകലതും സൃഷ്ടിച്ചവനെ അപ്പ എന്ന് അധികാരമുള്ള മക്കള്. സകലതയുടയവനായ ദൈവത്തെ അപ്പച്ച എന്നുള്ള അധികാരമുള്ള മക്കള്. അത് മക്കളെ ക്രിസ്ത്യാനികൾ നമ്മളും മാത്രമാണ്. ഈ മൂല്യം നമ്മൾ
തിരിച്ചറിയണം. നമ്മൾ ആരാണെന്ന് അറിയാത്തത് കൊണ്ട് ഈ മൂല്യം തിരിച്ചറിയത്. ഞാൻ സാധാരണ അല്ല, അപ്പം നമുക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ ബംഗാളിയും കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും, നന്ദി പറയും. വിജാതികനായി ജനിച്ച് വിജാതികനായി വളർന്ന് പാപത്തിൻ്റെ പടുകിൽ കിടന്ന എന്നെ പേര് ചൊല്ലി വിളിച്ച് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ, അപ്പച്ച എന്ന് വിളിക്കാൻ അധികാരം ദൈവമേ, അധികാരം കർത്താവേ, നന്ദി പറയുന്നു. എല്ലാ ദിവസവും നന്ദി പറയാം. ഈ തന്നതിന് അർഹതയില്ലാത്തത്, യോഗ്യമില്ലാത്തത് തന്ന് നന്ദി പറയുക. ഇപ്പം മകളെ, നമ്മൾ ഈ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ഉറപ്പ് നമ്മൾ വേണം. നമ്മളൊരു സാധാരണ ജനമല്ല, സാധാരണ മനുഷ്യരല്ല. സ്വർഗം തിരഞ്ഞെടുത്തവർ, സ്വർഗദേവത അപ്പാനുള്ള അധികാരമുള്ളവർ, അവകാശമുള്ളവർ. ഈ ബോധത്തോട് വേണം നമ്മൾ തിരിച്ചു പോകുമ്പോൾ. അവിടെയാണ് മകളെ സ്വർഗം നമ്മൾ ഇടപെടുക. ധ്യാനം അനുഗ്രഹമായി മാറും, ധ്യാനം വലിയ അത്ഭുതമായി മാറും. ഇന്നത്തെ വെള്ളിയാഴ്ച, മൂന്നാമത്തെ വെള്ളിയാഴ്ച സ്വർഗം ഇടപെടണമെങ്കിൽ കേട്ട തീരുമാനം മറക്കാതെ ഇന്നൊരു പ്രാവർത്തികമാക്കണം. വിശുദ്ധ കുർബാനയുടെ മൂല്യം തിരിച്ചറിയണം. അത് കണ്ടുപോകാനുള്ളതല്ല, കൊണ്ടുപോകാനുള്ളതാ. പാപമുണ്ട് എന്ന് ആത്മാവ് നിന്നോട് പറഞ്ഞാൽ പാപത്തോടെ ദേവാലയത്തിൽ പോവാതെ കുമ്പസാര കുട്ടിലേക്ക് ഓടണം, പാപങ്ങൾ ഏറ്റുവരണം, വിട്ടുതൽ വിമോചനം വാങ്ങി കുർബാനയിൽ പങ്കെടുക്കണം, വിശുദ്ധ ബലി അർപ്പിക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ച് മുട്ടുകുത്തുമ്പോൾ നിന്റെ കാതിൽ നീ കേൾക്കോ. ഗലാത്യർ 2:20, ഇനി ഞാനല്ല ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്. മനുഷ്യൻ ദൈവം ഒന്നായും മാറുന്ന പുണ്യം. അതാണ് മക്കളെ വിശുദ്ധ കുർബാന. ആ ശക്തിക്ക് വേണ്ടി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.